വിവാഹേതര ബന്ധങ്ങളും അതേ തുടർന്നുള്ള പ്രശ്നങ്ങളും ആത്മഹത്യയിലും കൊലപാതകത്തിലും വരെ എത്താറുണ്ട്. ഒരു ചാറ്റിങ്ങിലോ അബദ്ധത്തിൽ വരുന്ന കോളിലോ തുടങ്ങുന്ന ബന്ധങ്ങളാണ് പലരെയും വൻ ദുരന്തങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവർ, നേരിട്ട് പരിചയമുള്ളവർ, സമൂഹ മാധ്യമങ്ങൾ വഴി പരിചയപ്പെടുന്നവർ, സഹപ്രവർത്തകർ, ഇങ്ങനെയുള്ള സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം അടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. സൗഹൃദം വളരുമ്പോൾ അത് പ്രണയത്തിലേക്ക് മാറുന്നതാണ് തുടക്കം. സ്വന്തം കുടുംബത്തിൽ കിട്ടാത്ത പരിഗണന മറ്റൊരു വ്യക്തി നൽകുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു വൈകാരിക അടുപ്പമുണ്ടാകും. പലപ്പോഴും വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിടുമ്പോൾ സ്വന്തം പങ്കാളിയുമായുള്ള മാനസികമായ അകൽച്ചയും കുടുംബ പ്രശ്നങ്ങളും ഇത്തരം ബന്ധങ്ങളിലേക്ക് നയിക്കാറുണ്ട്. എന്നാൽ ഇത് സ്വന്തം കുടുംബ ജീവിതവും കുട്ടികളുടെ ഭാവിയും നശിപ്പിക്കുമെന്ന് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് പലരും അപകടക്കെണിയിൽ വീഴുന്നത്. കൊച്ചി പള്ളുരുത്തിയിലെ വീട്ടമ്മയുടെ ജീവിതത്തിലെ ദുരന്തങ്ങൾക്ക് കാരണവും വിവാഹേതര ബന്ധമാണ്. ഒടുവിൽ ആൺ സുഹൃത്തിൻ്റെ കൊലപാതകവും ഭർത്താവിൻ്റെ അറസ്റ്റും 2 കുടുംബങ്ങളാണ് തകർത്തത്. ആ കേസിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. കൊച്ചി പള്ളുരുത്തി സ്വദേശിനിയായ വീട്ടമ്മയും സമീപവാസിയായ ആഷിഖും തമ്മിൽ പരിചയപ്പെടുന്നത് ഏതാനും നാളുകൾക്ക് മുൻപാണ്. പതിയെ വാട്സാപ്പ് ചാറ്റും ഫോൺ വിളിയുമായി അത് പിന്നീട് വഴിവിട്ട ബന്ധമായി വളർന്നു. വീട്ടമ്മയുടെ ഭർത്താവ് ശിഹാബ് ഇക്കാര്യം അറിഞ്ഞതോടെ പോലീസിൽ പരാതിയും കേസുമായി. അവരെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ അറസ്റ്റിലായ ആഷിഖ് 14 ദിവസത്തോളം ജയിലിൽ കിടന്നു. എന്നാൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷവും ആഷിഖും പെൺസുഹൃത്തും തമ്മിൽ ബന്ധം തുടർന്നു. കഴിഞ്ഞ ദിവസം യുവാവിനെ നിർത്തിയിട്ട വാനിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെയാണ് സംഭവം പുറംലോകമറിയുന്നത്. പള്ളുരുത്തി സ്വദേശി ആഷിഖിൻ്റെ മരണം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ആഷിഖിൻ്റെ പെൺസുഹൃത്തിൻ്റെ ഭർത്താവ് ഷിഹാബാണ് കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ വീട്ടമ്മയുടെ പങ്കും പോലീസ് അന്വേഷിക്കുകയാണ്. ഇടക്കൊച്ചി കണ്ണങ്ങാട് പാലത്തിന് സമീപം ആളൊഴിഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ട വാനിനകത്തെ മുൻസീറ്റിലാണ് ആഷിഖിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപകടത്തിൽ പരിക്കേറ്റെന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് ആഷിഖ് വിളിച്ചെന്നാണ് പെൺസുഹൃത്ത് പോലീസിന് നൽകിയ മൊഴി. യുവതിയുമായി ആഷിഖ് അടുപ്പത്തിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ആത്മഹത്യ ചെയ്തതാകുമെന്നാണ് കുടുംബം ആദ്യം കരുതിയത്. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കാലിൽ സ്വയം കുത്തി പരിക്കേൽപ്പിച്ചതുപോലെയായിരുന്നു മുറിവുകൾ. എന്നാൽ ആത്മഹത്യയല്ലെന്നും കൊലപാതകമാണെന്നും ആരോപിച്ച് ആഷിഖിന്റെ കുടുംബം രംഗത്തെത്തി. എന്നാൽ മൃതദേഹത്തിൽ മുറിവുകൾ കണ്ടതോടെയാണ് കൊലപാതകമാണെന്ന സംശയം തോന്നിയതെന്ന് ആഷിഖിന്റെ പിതാവ് ന്യൂസ് 18നോട്. ആ ഡെഡ് ബോഡി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം സാധാരണ ഒരു ആക്സിഡന്റിന്റെയോ അല്ലെങ്കിൽ ഇതിന്റെയോ അല്ല, ഒരു മൽപ്പിടുത്തത്തിന്റെയും 2-3 പേര് ലോക്ക് ചെയ്തേക്കുന്നതിന്റെ സംഭവമാണ് എനിക്ക് ആ ശരീരത്തിൽ കാണാൻ കഴിഞ്ഞത്. 2 തുടകളിലും ആഴത്തിലുള്ള മുറിവുകൾ, കഴുത്തിൽ മുറുക്കി പിടിച്ചതിൻ്റെ പാടുകൾ, പാ തുറന്നിരിക്കുന്നു, കണ്ണ് തുറിച്ചിരിക്കുന്നു. അതൊരിക്കലും ഒരു ആക്സിഡന്റ് സംഭവിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പാണ്. കുടുംബത്തിന്റെ പരാതിയിൽ യുവതിയെയും ഭർത്താവിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതക വിവരം അറിയുന്നത്. 2 കാലുകളുടെയും തുടകളിലെയും കാൽത്തണ്ടയിലെയും ആഴത്തിൽ മുറിവേറ്റ് രക്തം നഷ്ടപ്പെട്ടതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. യുവതിയും ആഷിഖുമായി അടുപ്പത്തിലായിരുന്നു. ഇക്കാര്യം ഭർത്താവിന് അറിയാമായിരുന്നുവെന്നും ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസ് സംശയിക്കുന്നത്. കൊലപാതകത്തിൽ പെൺസുഹൃത്തിന്റെ പങ്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തനിക്ക് അപകടത്തിൽ പരിക്കേറ്റെന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് ആഷിഖ് വിളിച്ചെന്നും സ്ഥലത്തെത്തുമ്പോൾ താൻ കാണുന്നത് കാലിൽ നിന്നും രക്തം വമിക്കുന്നതാണെന്നും പെൺസുഹൃത്ത് പോലീസിനോട് പറഞ്ഞിരുന്നു. സുഹൃത്ത് സ്ഥലത്തെത്തിയപ്പോൾ തന്നെ ആഷിഖ് മരിച്ചിരുന്നുവെന്നാണ് കരുതുന്നത്. യുവതി നിലവിളിച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടുകയും യുവതി തന്നെ ആഷിഖിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. പീഡിപ്പിച്ചു എന്നാരോപിച്ച് ആഷിഖിനെതിരെ 2 മാസം മുൻപ് യുവതി പരാതി നൽകിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. സ്ത്രീകൾക്ക് നേരെ അശ്ലീല ആംഗ്യം കാണിക്കുകയും
വഷളത്തരം പറയുകയും ചെയ്യുന്ന ചില മനോരോഗികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശി ജോസ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ഫോൺ വിളിച്ച് അസഭ്യം പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയുള്ള യുവാവാണ്. IG മുതൽ DYSP റാങ്കിലുള്ള വനിതാ ഉദ്യോഗസ്ഥരുടെ നമ്പർ തരപ്പെടുത്തി രാത്രിയിൽ ഫോൺ വിളിക്കുന്നതാണ് ഇയാളുടെ രീതി. കഴിഞ്ഞ ദിവസം കഴക്കൂട്ടത്തെ വനിതാ ബറ്റാലിയനിൽ വിളിച്ച് അസഭ്യം പറഞ്ഞതോടെ ജോസിന് പിടിവീണു. സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ അറസ്റ്റിലായത്. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ നിരവധി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ജോസ്. ഉയർന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും വനിതാ ബറ്റാലിയൻ ഉദ്യോഗസ്ഥരെയും ഫോൺ വിളിച്ച് അശ്ലീലം പറയുന്നതാണ് ഇയാളുടെ രീതി. ഇന്റർനെറ്റിൽ പരതി IG എന്നോ DYSP എന്നോ വ്യത്യാസമില്ലാതെ വനിതാ ഉദ്യോഗസ്ഥരുടെ നമ്പർ കണ്ടെത്തിയാണ് ഫോൺ വിളി. ഇവരെ നിരന്തരം വിളിച്ച് ലൈംഗികവും അശ്ലീലവുമായ വാക്കുകൾ പറയും. ഫോൺ കട്ട് ചെയ്താലും തുടരെ വിളിക്കും. എന്നാൽ നാണക്കേട് കാരണം പോലീസിലെ പല ഉന്നത വനിതാ ഉദ്യോഗസ്ഥരും പരാതി പോലും നൽകിയില്ല. പകരം ജോസിന്റെ ഫോൺ നമ്പർ അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കഴക്കൂട്ടത്തെ വനിതാ ബറ്റാലിയനിൽ നിരന്തരം വനിതാ ഉദ്യോഗസ്ഥരെ വിളിച്ച് അശ്ലീലം പറഞ്ഞതിനാണ് കഴക്കൂട്ടം പോലീസ് എറണാകുളത്ത് നിന്നും ഇയാളെ പിടികൂടിയത്. എറണാകുളത്തെ മാളിൽ ജോലി ചെയ്യുന്ന ജോസ് കോട്ടയത്താണ് താമസം. കഴക്കൂട്ടം സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ട ഇയാൾ ഇത്തരത്തിലുള്ള 20ഓളം കേസുകളിൽ പ്രതിയാണ്. പലതവണ ജയിൽവാസം അനുഭവിച്ചിട്ടും ഇയാൾ പതിവ് രീതി മാറ്റിയില്ല. എറണാകുളത്തും തിരുവനന്തപുരത്തും മോഷണക്കേസുകളും ഇയാൾക്കെതിരെയുണ്ട്. 2 തവണ പോലീസ് പിടികൂടിയപ്പോഴും ഇയാൾ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതിനും കേസുണ്ട്. ഒടുവിൽ കഴക്കൂട്ടത്ത് പിടിയിലായപ്പോഴും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെയാണ് ജോസിന്റെ നിൽപ്പ്. ജയിൽവാസം കഴിഞ്ഞ് വീണ്ടും പുറത്തിറങ്ങിയാലും ഇതേ രീതി തുടരും. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാൾക്ക് മറ്റെന്തെങ്കിലും സ്വഭാവ വൈകൃതമുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മുടെ നാട്ടിലെ പല സ്കൂളുകളിലും ചില ചട്ടമ്പി പിള്ളേരുണ്ട്. ജൂനിയേഴ്സിനെ റാഗ് ചെയ്തും ക്ലാസ്സിലെ ഏറ്റവും ശാന്തരായിട്ടുള്ള കുട്ടികളെ അനാവശ്യമായി ഉപദ്രവിക്കുകയും ചെയ്യുന്നവർ. പത്തനംതിട്ട എഴുമറ്റൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ അഭിനവ് ക്ലാസ്സിലെ ഒരു മര്യാദക്കാരനാണ്. എന്നാൽ സഹപാഠികളായ 5 അംഗ സംഘം അഭിനവിനെ അകാരണമായി ഉപദ്രവിക്കാൻ തുടങ്ങി. യൂണിഫോമിൽ പേന കൊണ്ട് കുത്തി വരയ്ക്കുന്നത് പതിവ്. കഴിഞ്ഞ ദിവസം അഭിനവ് ഇത് ചോദ്യം ചെയ്തതോടെ സഹപാഠികൾ അവനെ ക്രൂരമായി മർദ്ദിച്ചു. സംഭവത്തിൽ പെരുമ്പട്ടി പോലീസ് കേസെടുത്തതോടെ വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് സ്കൂളിന്റെ തീരുമാനം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്കായിരുന്നു സംഭവം. +2 ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ പഠിക്കുന്ന 5 വിദ്യാർത്ഥികൾ ചേർന്നാണ് അഭിനവിനെ മർദ്ദിച്ചത്. സയൻസ് വിഭാഗം വിദ്യാർത്ഥിയായ അഭിനവും മർദ്ദിച്ചു എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥികളും ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഒന്നിച്ചാണ് പഠനം. ക്ലാസ്സിനിടയിൽ 5 അംഗ സംഘം അഭിനവിന്റെ ഷർട്ടിന്റെ പിൻവശത്ത് പേന വെച്ച് വരയ്ക്കുകയും എഴുതുകയും ചെയ്യുന്നത് പതിവായിരുന്നു. തിങ്കളാഴ്ച ക്ലാസ്സിലെത്തിയ അഭിനവ് ഇത് ചോദ്യം ചെയ്തു. തുടർന്ന് ഇന്റർവെൽ സമയത്ത് സൗഹൃദം നടിച്ച് 5 അംഗ സംഘം അഭിനവിനെ സ്കൂളിന്റെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തലയ്ക്ക് പിന്നിലും മുഖത്തും കണ്ണിനും പരിക്കേറ്റ അഭിനവ് മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ M. ബിന്ദു വ്യക്തമാക്കി. ന്യൂസ് 18 പത്തനംതിട്ട. കൗമാരക്കാരായ പെൺകുട്ടികളുടെ മാതാപിതാക്കളിൽ ആശങ്ക സൃഷ്ടിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പ്രണയവും ലൈംഗിക ചൂഷണവും നിരവധി കുട്ടികളുടെ ജീവിതമാണ് തകർക്കുന്നത്. കൊല്ലം കുളത്തൂപ്പുഴയിൽ 14 വയസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട 18-കാരനാണ്. ഇയാൾ പ്രണയം നടിച്ച് പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു.
9ാം ക്ലാസ്സുകാരി 7 മാസം ഗർഭിണിയായപ്പോഴാണ് വീട്ടുകാർ ഇക്കാര്യം അറിഞ്ഞത്. കേസിൽ കുളത്തൂപ്പുഴ സ്വദേശി റംസാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വയസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലാണ് കുളത്തൂപ്പുഴ സ്വദേശി റംസാനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെ പ്രണയം നടിച്ച് കുളത്തൂപ്പുഴയിലെ 16 ഏക്കറിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. ഇയാൾ പലതവണ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. 9ാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിനിക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് 6 മാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുളത്തൂപ്പുഴ പോലീസ് റംസാനെ കടക്കലിൽ നിന്ന് പിടികൂടുകയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടാണ് പെൺകുട്ടിയുമായി അടുപ്പത്തിലായത്. പിന്നീട് പ്രണയം നടിച്ച് വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. കൗമാരപ്രായത്തിൽ കുട്ടികളുടെ മനസ്സിൽ പ്രണയമെന്ന വികാരം ഉടലെടുക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ പ്രായത്തിലെ ചിന്തകളും ഇഷ്ടങ്ങളുമൊക്കെ പലരെയും അപകടത്തിൽ കൊണ്ടെത്തിക്കാറുണ്ട്. കണ്ണൂർ തളിപ്പറമ്പിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവം പ്രണയച്ചതിയായിരുന്നു. 2022 തളിപ്പറമ്പ് ചേമ്പലക്കുന്നിൽ സ്വദേശി ജിബിൻ സ്വന്തം വീട്ടിലെത്തിച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. പിന്നീട് ജിബിനും മാതാപിതാക്കളും ചേർന്ന് അവളെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആ കേസിൽ 3.5 വർഷത്തിന് ശേഷം പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. 1ാം പ്രതി ജിബിന് ജീവപര്യന്തവും അമ്മ മിനി ജോസിന് 1 വർഷം തടവുമാണ് ശിക്ഷ. ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം. സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ ജിബിൻ കാറിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് സ്വന്തം വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ജിബിന്റെ അമ്മ മിനി ജോസ്, പിതാവ് ജോസ്, ജിബിന്റെ പിതാവിന്റെ അമ്മയായ മേരി ദേവസ്യ എന്നിവർ ചേർന്ന് പെൺകുട്ടിയെ മർദ്ദിക്കുകയും തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് കേസ്. പോക്സോ, SC/ST വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തത്. പെൺകുട്ടിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതികൾക്കെതിരെ കോടതിയിൽ നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 1ാം പ്രതി ജിബിന്റെ അമ്മ മിനി ജോസ് എന്നിവർ കുറ്റക്കാരാണെന്ന് വിധിച്ചത്. 3-4 പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു. ജിബിന് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും, അമ്മയായ 2ാം പ്രതിക്ക് 1 വർഷം തടവും 1000 രൂപ പിഴയുമാണ് ശിക്ഷ. 1ാം പ്രതി ജീവപര്യന്തത്തിന് പുറമെ 12 വർഷം തടവും കൂടി അനുഭവിക്കണമെന്നും കോടതി ഉത്തരവിലുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. പാലക്കാട് അത്താണിപ്പറമ്പിലെ നാട്ടുകാർ ഈ പകൽ ഉറക്കമുണർന്നത് ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ടാണ്. മിൽമ സ്റ്റാളിന് മുന്നിലെ കടത്തിണ്ണയിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന മൃതദേഹം. പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് മരിച്ചത് ആക്രി കച്ചവടം നടത്തുന്ന വള്ളിക്കോട് സ്വദേശി വേണുവാണെന്ന് തിരിച്ചറിഞ്ഞത്. സംഭവം കൊലപാതകമെന്ന് ഉറപ്പിക്കുകയാണ് പോലീസ്. ഇയാളുമായി അടുപ്പമുള്ളവരെയും സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അത്താണിപ്പറമ്പിലെ മിൽമ സ്കൂളിന് മുന്നിലാണ് വേണുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലയിൽ മാരക മുറിവേറ്റിട്ടുള്ളതിനാൽ കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. കല്ലുകൊണ്ടോ മറ്റേതെങ്കിലും മാരകായുധം കൊണ്ടോ ക്രൂരമായി തലക്കടിച്ച് കൊലപ്പെടുത്തിയതാകാമെന്നാണ് നിഗമനം. സ്ഥലത്ത് ബലപ്രയോഗം നടത്തിയതിന്റെ സൂചനകളുമുണ്ട്. ഹേമാംബിക നഗർ പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. രാത്രിയിലാകാം കൊലപാതകം നടന്നതെന്നാണ് സൂചന. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തിയെങ്കിലും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല.
സമീപത്തെ CCTV-കൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആക്രി സാധനങ്ങൾ പെറുക്കിവിറ്റും കൂലിപ്പണിയെടുത്തും ജീവിക്കുന്നയാളാണ് പുതുപ്പരിയാരം സ്വദേശി വേണു. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണോ കൊലയ്ക്ക് കാരണമെന്നും അന്വേഷിക്കുകയാണ്. ഇയാളുമായി അടുപ്പമുള്ളവരെയും സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. കണ്ണൂർ കായലോട് സദാചാര ഗുണ്ടായിസത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ 2 പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് പോലീസ്. പാടിയിൽ സുനീർ, പൊന്യത്ത് സക്കറിയ എന്നിവർക്കെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ്. പ്രതികൾ വിദേശത്തേക്ക് കടന്നതായി സൂചന ലഭിച്ചതിനെ തുടർന്നാണ് നടപടി. യുവതിയുടെ സുഹൃത്ത് റഹീസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളാണ് ഇരുവരും. കേസിൽ കൂടുതൽ പേർ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടേക്കാമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. SDPI പ്രവർത്തകരുടെ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിലാണ് 2 പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. പാടിയിൽ സുനീർ, പൊന്യത്ത് സക്രിയ എന്നിവർക്കെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ്. ആത്മഹത്യ ചെയ്ത പറമ്പായിൽ റസീന മനസ്സിലിൽ റസീനയുടെ സുഹൃത്ത് മയ്യൽ കൊളച്ചേരി പള്ളിപ്പറമ്പ് പേരക്കണ്ടി വീട്ടിൽ P റഹീസിന്റെ പരാതിയിലാണ് ഇവരെ കൂടി കേസിൽ പ്രതി ചേർത്തത്. ഇവർ വിദേശത്തേക്ക് കടന്നതായി പോലീസിന് നേരത്തെ സൂചന ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് നടപടി. പറമ്പായി സ്വദേശികളായ MC മൻസിലിൽ VC മുബഷിർ, കണിയാന്റെ വളപ്പിൽ KA ഫൈസൽ, കൂടത്താൻകണ്ടിയിൽ VK റഹനാസ് എന്നിവരെ യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. SDPI പ്രവർത്തകരായ ഇവർ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായ റഹീസിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. യുവാവിന്റെ മൊഴിയിൽ 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. കൂടുതൽ പേർ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടേക്കാമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇത് സംബന്ധിച്ചും അന്വേഷണം തുടരുന്നുണ്ട്. മട്ടന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുന്നിൽ റഹീസിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് വിട്ടയച്ചത്. തലശ്ശേരി ASP PB കിരണിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കുട്ടികളെ രാവിലെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടുമ്പോൾ അവർ തിരികെ വരുന്നത് നോക്കി വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. സ്കൂൾ ബസ് ഡ്രൈവർമാരെ അത്രയും വിശ്വസിച്ചാണ് മക്കളെ കൂടെ കൂട്ടിവിടുന്നത്. എന്നാൽ കുഞ്ഞുങ്ങളുടെ ജീവിതം പോലും കയ്യിൽ വെച്ച് പന്താടുന്നവരുണ്ട്. അമിത വേഗതയിലും മദ്യപിച്ചുമൊക്കെ വാഹനം ഓടിക്കുന്നവർ. പത്തനംതിട്ട തിരുവല്ലയിൽ മദ്യപിച്ച് സ്കൂൾ വാഹനം ഓടിച്ച ഡ്രൈവറെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സ്വകാര്യ സ്കൂളിലെ ഡ്രൈവർ ബിപിൻ ബേബിയാണ് പോലീസിന്റെ പരിശോധനയ്ക്കിടെ പിടിയിലായത്. സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനായി അമിത വേഗതയിൽ വാഹനം ഓടിക്കുമ്പോഴാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. സ്കൂളിലേക്ക് എത്തിക്കുന്നതിനായി അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വാഹനം തടഞ്ഞു നിർത്തി പോലീസ് പരിശോധിച്ചത്. ബ്രീത്ത് അനലൈസർ ടെസ്റ്റിൽ ഡ്രൈവർ മദ്യപിച്ചതായി കണ്ടെത്തി. വാഹനത്തിന്റെ ഡ്രൈവർ ബിപിൻ ബേബിയാണ് പിടിയിലായത്. തുടർച്ചയായി സ്കൂൾ സമയങ്ങളിൽ ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതായുള്ള പരാതികൾ ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. രാവിലെയും വൈകിട്ടുമാണ് പരിശോധന. 2 ദിവസം മുൻപും മദ്യപിച്ച് വാഹനമോടിച്ച സ്കൂൾ ഡ്രൈവറെ പിടികൂടുകയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. കുട്ടികളുമായി പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവർമാർ മദ്യപിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് പരിശോധനകൾ ശക്തമാക്കിയിട്ടുള്ളത്.
പത്തനംതിട്ട. സ്വന്തം ജീവൻ പണയപ്പെടുത്തിപ്പോലും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നവരാണ് ആംബുലൻസ് ഡ്രൈവർമാർ. വർദ്ധിച്ചു വരുന്ന ലഹരിയുടെയും മദ്യത്തിൻ്റെയും ഉപയോഗം ഇവരുടെ ഇടയിലും വ്യാപിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. പകലും രാത്രിയിലും മദ്യപിച്ച് ആംബുലൻസ് പോലും ഓടിക്കുന്നവരുണ്ട്. കൊല്ലം ചടയമംഗലത്ത് പോലീസിൻ്റെ വാഹന പരിശോധനയ്ക്കിടെ കുടുങ്ങിയത് ഒരു ആംബുലൻസ് ഡ്രൈവറാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് 2 ഡ്രൈവർമാരാണ് ചടയമംഗലം പോലീസിൻ്റെ പിടിയിലായത്. ആംബുലൻസ് ഡ്രൈവർമാർ രാത്രികാലങ്ങളിൽ മദ്യപിച്ച് വാഹനമോടിക്കുന്നതായുള്ള വ്യാപക പരാതികളാണ് പോലീസിന് ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചടയമംഗലം പോലീസ് രാത്രികാല പരിശോധന ശക്തമാക്കി. കഴിഞ്ഞ രാത്രി 11:35 അപകടകരമായ രീതിയിൽ ആംബുലൻസ് ഓടിച്ചുവന്ന ഡ്രൈവറെ നിലമേൽ ഭാഗത്ത് വെച്ച് പോലീസ് കൈകാണിച്ച് നിർത്തിച്ചു. വൈദ്യപരിശോധനയിൽ ഡ്രൈവർ മദ്യലഹരിയിലാണെന്ന് തെളിഞ്ഞതോടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അരുവിക്കര സ്വദേശി അനിൽകുമാറിനെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത്. ആശുപത്രിയിൽ നിന്ന് മൃതശരീരം കൊട്ടാരക്കരയിൽ എത്തിച്ച് തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരുമ്പോഴാണ് അനിൽകുമാർ പോലീസിന്റെ പിടിയിലായത്. മെഡിക്കൽ കോളേജ് എംപ്ലോയീസ് ക്രെഡിറ്റ് സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആംബുലൻസാണ് അനിൽകുമാർ ഓടിച്ചിരുന്നത്. ആംബുലൻസും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 185, ഭാരതീയ ന്യായ സംഹിത 281 ചേർത്ത് പ്രതിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നും രാത്രികാലങ്ങളിൽ പട്രോളിംഗ് ശക്തമാക്കിയതായും ചടയമംഗലം സബ് ഇൻസ്പെക്ടർ എം മോനിഷ് പറഞ്ഞു. ന്യൂസ് 18 കൊട്ടാരക്കര. ചില മോഷ്ടാക്കൾ കവർച്ചയ്ക്കിറങ്ങുമ്പോൾ മാരകായുധങ്ങളും കയ്യിൽ കരുതും. വീട്ടുകാർ മോഷണം ചെറുത്താൽ ആക്രമിക്കുകയാണ് ലക്ഷ്യം. 2018 പാലക്കാട് ഷൊർണൂരിൽ മോഷണത്തിനിടെ വീട്ടുടമയെ തലക്കിടിച്ച് പരിക്കേൽപ്പിച്ച സംഭവം ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. കരുനാഗപ്പള്ളി സ്വദേശി സുനിൽകുമാറിനെ സംഭവത്തിന് ശേഷം പിടികൂടിയെങ്കിലും അയാൾ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി മുങ്ങിയിരുന്നു. പിന്നീട് കോടതി പ്രതിയെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചതാണ്. കേസിൽ അന്വേഷണം ശക്തമാക്കിയ ഷൊർണൂർ പോലീസ് സുനിൽകുമാറിനെ 7 വർഷത്തിന് ശേഷം മാവേലിക്കരയിൽ നിന്നും പിടികൂടി. ഓഗസ്റ്റിൽ വാടാനാംകുറിശി സ്വദേശി ഗിരീഷിന്റെ വീട്ടിൽ മോഷണം നടത്തുന്നതിനിടെ പ്രതിയെ വീട്ടുടമ തന്നെ പിടികൂടിയിരുന്നു. എന്നാൽ പ്രതിയായ സുനിൽകുമാർ രക്ഷപ്പെടുന്നതിനായി സമീപത്തുണ്ടായിരുന്ന നിലവിളക്ക് കൊണ്ട് വീട്ടുടമയായ ഗിരീഷിന്റെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിക്കെതിരെ മോഷണം, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിരുന്നു. എന്നാൽ പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ പ്രതി സുനിൽകുമാർ കോടതിയിൽ ഹാജരാകാതെ മുങ്ങുകയായിരുന്നു. ഇതിനെ തുടർന്ന് കോടതി ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി മാവേലിക്കരയിൽ നിന്നാണ് പ്രതിയെ ഷൊർണൂർ പോലീസ് പിടികൂടിയത്. ഇൻസ്പെക്ടർ വി രവികുമാർ, SI എം സേതുമാധവൻ, ASI കെ അനിൽകുമാർ, S രാജീവ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ S സന്തോഷ്, ഷിബു സിവിൽ പോലീസ് ഓഫീസർ T റിയാസ്, സജേഷ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് ആനക്കരയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണ പരമ്പര. ഉമ്മത്തൂരിലെയും മണ്ണയം പെരുമ്പലത്തെയും ക്ഷേത്രങ്ങളിലാണ് കവർച്ച നടന്നത്. ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ചും വാതിലിൻ്റെ പൂട്ട് തകർത്തും പണം കവർന്നു. 2 മോഷണത്തിന് പിന്നിലും ഒരാൾ തന്നെയാകാമെന്നാണ് സൂചന. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പാലക്കാട് ആനക്കര കുമ്പിടി ഉമ്മത്തൂർ ശിവക്ഷേത്രത്തിലാണ് കഴിഞ്ഞ രാത്രി മോഷണം നടന്നത്. റോഡിന്റെ സമീപം സ്ഥാപിച്ച ഭണ്ഡാരത്തിലെ പണമാണ് കവർന്നത്. ക്ഷേത്രത്തിന്റെ മുൻവശത്തെ വാതിൽ പൊളിച്ച് തുറന്നിട്ട നിലയിലായിരുന്നു.
ഭണ്ഡാരത്തിലെ പണം മാത്രമാണ് നഷ്ടമായതെന്ന് ക്ഷേത്ര ജീവനക്കാർ പറഞ്ഞു. ഇതുപോലെ തൊട്ടടുത്ത ഒരു അമ്പലത്തിൽ നടന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇവിടെയും സംഭവിച്ചു. ഒരു 4000 റുപ്യ പൈസ പോയിട്ടുണ്ടാവും ഭണ്ഡാര വരവ്. പിന്നീട് പൂട്ടിൻ്റെ ഇതൊക്കെ കൂടി ഒരു 80,000 റുപ്യയെങ്കിലും 8,000 റുപ്യോളം ചിലവ് വരും. ഇനി ഉമ്മത്തൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് 4 കിലോമീറ്റർ മാറി കൂടല്ലൂർ മണ്ണിയം പെരുമ്പലം അയ്യപ്പ ക്ഷേത്രത്തിലും മോഷണം നടന്നു. ക്ഷേത്രത്തിനകത്തെ ഭണ്ഡാരത്തിന്റെ പൂട്ടും പൊളിച്ച നിലയിലാണ്. പരാതിയിൽ തൃത്താല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. 2 മോഷണങ്ങൾക്ക് പിന്നിലും ഒരേ ആൾ തന്നെയാണോ എന്നാണ് സംശയം. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചെന്നാണ് വിവരം. ന്യൂസ് 18 പാലക്കാട്. ആളില്ലാത്ത വീടുകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തുന്ന വിരുദ്ധനാണ് ഖത്തർ ഷെയ്ഖ് എന്ന നൗഫൽ ഷെയ്ഖ്. സംസ്ഥാനത്തിനകത്ത് നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾ അടുത്തിടെയാണ് ജയിലിൽ നിന്നും ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. മോഷ്ടിക്കുന്ന പണവും സ്വർണവും ബംഗാളിൽ വിൽപ്പന നടത്തി ആഡംബര ജീവിതം നയിക്കുന്നതാണ് രീതി. അതിൻ്റെ ഒരു പങ്ക് നാട്ടിലുള്ള രോഗികളെ സഹായിക്കുകയും ചെയ്യും. 3 ആഴ്ച മുൻപ് മലപ്പുറം വളാഞ്ചേരിയിലെ ആളില്ലാത്ത വീട്ടിൽ കവർച്ച നടത്തിയ കേസിൽ നൗഫൽ വീണ്ടും പിടിയിലായി. ജൂൺ 6 വളാഞ്ചേരി അതിപ്പറ്റയിലെ അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ മോഷണം. അതിപ്പറ്റ പുന്നാംചോല റോഡിൽ ചേലത്ത് പട്ടന്മാർതൊടി മുഹമ്മദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. മുഹമ്മദിന്റെ ആളില്ലാത്ത വീട് കുത്തിപ്പൊളിച്ചാണ് പണവും ആഡംബര വാച്ചും മോഷണം നടത്തിയത്. തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ വളാഞ്ചേരി CI ബഷീർ ചിറക്കലിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കൊണ്ടോട്ടി, മഞ്ചേരി, അരീക്കോട്, മങ്കട, പെരിന്തൽമണ്ണ, താനൂർ എന്നീ സ്റ്റേഷനുകളിൽ നിരവധി കളവ് കേസുകൾ ഉൾപ്പെട്ടയാളാണ് പ്രതി. ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും മോഷണം നടത്തിയത്. പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് വളാഞ്ചേരി, കൊണ്ടോട്ടി, അരീക്കോട്, തിരൂരങ്ങാടി എന്നീ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീടുകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയതായി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് വിവാഹം ചെയ്ത പ്രതി അവിടെ സ്ഥിരതാമസമാക്കിയ ശേഷം കേരളത്തിൽ വന്ന് മോഷണം നടത്തുകയായിരുന്നു. ലഭിക്കുന്ന പണവും സ്വർണവും വിലപിടിപ്പുള്ള വസ്തുക്കളും ബംഗാളിൽ വിൽപ്പന നടത്തി ആഡംബര ജീവിതം നയിക്കും. ബംഗാളിലുള്ള നാട്ടുകാരെ ഖത്തറിൽ സ്വർണ്ണ ബിസിനസ്സുകാരനാണെന്ന് പ്രതി തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. മോഷണം നടത്തി ലഭിക്കുന്ന പണത്തിൽ നിന്ന് ഒരു പങ്ക് നാട്ടിലുള്ള രോഗികളെ സഹായിക്കുകയും ചെയ്യുന്നതാണ് പതിവ്. ന്യൂസ് 18 തിരൂർ. പാലക്കാട് മണ്ണാർക്കാട് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലുണ്ടായ കവർച്ചാശ്രമമാണ് പോലീസ് പട്രോളിനെ പരിശോധിക്കുന്നത്. ആര്യമ്പാവിലെ PNY സഭ ഫിനാൻസ് ലിമിറ്റഡിൻ്റെ ശാഖയിലാണ് കവർച്ചാശ്രമം നടന്നത്. ഓഫീസിനകത്തും ഷട്ടറിനോട് ചേർന്നും ലോക്കറിന് സമീപത്തും മുളകുപൊടി വിതറിയ നിലയിലായിരുന്നു. സ്ഥാപനത്തിൻ്റെ CCTVകളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ആര്യമ്പാവിലെ ശാഖ. ഇന്ന് രാവിലെ പതിവ് പോലെ എത്തിയ ജീവനക്കാരാണ് ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടത്. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ സ്ഥാപനത്തിനകത്തെ സ്വർണം സൂക്ഷിച്ച ലോക്കറിന്റെ പൂട്ട് പൊളിക്കാൻ ശ്രമിച്ചെന്നും കണ്ടെത്തി.
ഓഫീസിനകത്തും ഷട്ടറിനോട് ചേർന്നും ലോക്കറിന് സമീപത്തും മുളകുപൊടി വിതറിയ നിലയിലായിരുന്നു. സ്ഥാപനത്തിലെ CCTVകളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. സ്ഥാപനത്തെക്കുറിച്ച് അറിയുന്നവരാകാം കവർച്ചാശ്രമത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് നാട്ടുകൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പാലക്കാട്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കിയിരിക്കുകയാണ് കൊല്ലം പോലീസ്. കൊട്ടിയത്ത് വീടിനുള്ളിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 3.5 കിലോ കഞ്ചാവ് പിടികൂടി. ചാത്തന്നൂർ ACP അലക്സാണ്ടർ തങ്കച്ചന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. കഴിഞ്ഞ ദിവസം ലഹരി വസ്തുക്കളുമായി പിടിയിലായ ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള 7 സംഘത്തിൽ നിന്നാണ് ഇവരെക്കുറിച്ച് സൂചന ലഭിച്ചത്. ഡാൻസാഫും കൊട്ടിയം പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കൊട്ടിയത്ത് വീടിനുള്ളിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവുമായി കൊട്ടുപുറം സ്വദേശികളായ അഭിനവ്, ചന്തു എന്നിവരാണ് പിടിയിലായത്. കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിന് സമീപത്തെ വാടക വീട് കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. കഴിഞ്ഞ ദിവസം രാത്രി 11:30ഓടെയാണ് രഹസ്യവിവരത്തെ തുടർന്ന് ഡാൻസാഫും കൊട്ടിയം പോലീസും ചേർന്ന് പരിശോധന നടത്തിയത്. ഇവിടെ നിന്നും 3.5 കിലോ കഞ്ചാവും ത്രാസും 40,000 രൂപയും പോലീസ് പിടികൂടി. കൊട്ടിയം ഹോളി ക്രോസ് റോഡിൽ നിന്ന് 2 ദിവസം മുന്നേ ഒറീസയിൽ നിന്നും കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്ന ഒരു 7 സംഘത്തെ പോലീസ് പിടികൂടിയിരുന്നു. ആ സംഘത്തിലെ പ്രധാന കണ്ണികളാണ് ഇവർ. ഇതിലെ മറ്റ് അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലഹരി വസ്തുക്കളുമായി പിടിയിലായ ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള സംഘത്തിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കൊട്ടിയത്തെ വീട്ടിൽ പരിശോധന നടത്തിയത്. ലഹരി മാഫിയയിൽ ഉൾപ്പെട്ട നിരവധി പേർ പോലീസ് നിരീക്ഷണത്തിലാണെന്നും ഉടൻ തന്നെ അവർ പിടിയിലാകുമെന്നും പോലീസ് അറിയിച്ചു. പിടിയിലായ അഭിനവും ചന്തുവും കഞ്ചാവിന്റെ മൊത്ത വ്യാപാരികളാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ട്രെയിൻ മാർഗം എത്തിക്കുന്ന കഞ്ചാവുകൾ മൊത്ത വ്യാപാരികൾക്ക് എത്തിച്ചു നൽകലാണ് പ്രധാന തൊഴിൽ. ദീർഘനാളായി ഡാൻസാഫ് ടീമിന്റെ നിരീക്ഷണത്തിലുമായിരുന്നു പ്രതികൾ. ഇരുവരെയും പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കാറുണ്ടല്ലേ? സംസ്ഥാനത്ത് പോക്സോ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാനും സർക്കാർ ഒരുങ്ങുന്നുണ്ട്. കൗമാരപ്രായമാകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ലൈംഗികതയെക്കുറിച്ചും അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ചുമൊക്കെ ബോധ്യപ്പെടുത്തുന്നത് നല്ലതാണ്. അതോടൊപ്പം പോക്സോ നിയമങ്ങളെപ്പറ്റിയും കുട്ടികൾ അറിയണം. ഇടുക്കി ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പോക്സോ അടിസ്ഥാന നിയമ പുസ്തകം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചൈൽഡ് പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും വിദ്യാഭ്യാസ വകുപ്പും വനിതാ ശിശുവികസന വകുപ്പും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസുമായി സഹകരിച്ചാണ് പദ്ധതി. ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പോക്സോ അടിസ്ഥാന നിയമ പുസ്തകം വിതരണം ചെയ്യും. പോക്സോ നിയമത്തെക്കുറിച്ച് അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമപുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അധ്യാപകരും കുട്ടികളും പുസ്തകം പഠിക്കണം. നിയമത്തിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്നില്ല. അതിനൊരു പരിഹാരമായാണ് ഈ നിയമപുസ്തകമെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ലാ ജഡ്ജിയും ജില്ലാ ലീഗൽ അതോറിറ്റി ചെയർമാനുമായ PS ശശികുമാർ പറഞ്ഞു. നിയമത്തിന്റെ പ്രത്യേകത, അതിന്റെ ആവശ്യകതയെ കുറിച്ച് പല സ്ഥലങ്ങളിലും അതിൻ്റെതായ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് അനുസരിച്ച് അതിന്റെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ മനസ്സിലാക്കുവാനോ
ഉൾക്കൊള്ളുവാനോ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്നതിനായി 2012 പോക്സോ നിയമം പാസാക്കിയത്. അധ്യാപകർക്ക് പോക്സോ കേസുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള മാർഗരേഖയും പുസ്തകത്തിലുണ്ടാകും. തൊടുപുഴ കുമാരമംഗലം സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ജയശീലൻ പോൾ DEO ഷീബ മുഹമ്മദിന് പോക്സോ നിയമ പുസ്തകം കൈമാറി. പോക്സോ പ്രത്യേക കോടതി ജില്ലാ ജഡ്ജി ആഷിഖ് കെ ബാൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് വിശിഷ്ടാതിഥിയായിരുന്നു. ഇടുക്കി. മാതാപിതാക്കളോ അധ്യാപകരോ ചെറിയ വഴക്ക് പറഞ്ഞാലും കൂട്ടുകാർ കളിയാക്കിയാലും മനസ്സ് പതറുന്നവരാണോ നിങ്ങളുടെ കുട്ടികൾ? പരീക്ഷയിലെ തോൽവിയിൽ അവർ തളരാറുണ്ടോ? പഠനത്തെ ഭയക്കുന്നുണ്ടോ? എങ്കിൽ സൂക്ഷിക്കണം കേട്ടോ. ജീവിതത്തിൽ ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അത് നേരിടാൻ കഴിയാതെ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പാലക്കാട് ചെത്തല്ലൂരിൽ 14-കാരി ആത്മഹത്യ ചെയ്തത് നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിലാണ്. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. അമിതമായ പഠന സമ്മർദ്ദമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് സൂചന. മക്കളെക്കുറിച്ച് എല്ലാ മാതാപിതാക്കൾക്കും വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. എന്നാൽ നമ്മുടെ ഇഷ്ടങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് മക്കൾ സമ്മർദ്ദത്തിലാകുന്നത്. കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വിടുമ്പോൾ അതിൻ്റെ നല്ലതും മോശവുമായ വശങ്ങളെക്കുറിച്ച് കൂടി ബോധ്യപ്പെടുത്തി കൊടുത്താൽ മതി. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.